അവങ്ങളുടെ പടത്തലവൻ എന്ന് നമ്മൾ ഈ ഹിന്ദി പഠിപ്പിച്ച പ്രൊഫസർ PS ഹിന്ദി പഠിപ്പിച്ച വയസ്സായ ശേഷമാണ് അദ്ദേഹം ഡോക്ടർ എൻ സുരേഷ്. ഏത് പ്രായത്തിലാണ് അദ്ദേഹം താങ്കളുടെ വിദ്യാർത്ഥിയായത്? 94-95 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഓർമ്മ. 2015-16 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് കണ്ടോൺമെൻറ് ഹൗസിലും പിന്നെ ഭരണപരിഷ്കാര കമ്മീഷനായിരുന്ന സമയത്ത് കവടിയാർ ഹൗസിലും വെച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തികഞ്ഞ ഒരു വിദ്യാർത്ഥി 90 വയസ്സിന് ശേഷവും ഇത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഇത്രയും ഒരു മുതിർന്ന വിദ്യാർത്ഥിയെ സാറ് ആദ്യമായിട്ടായിരിക്കുമല്ലേ പഠിപ്പിക്കുന്നത്? ആയിരിക്കുമല്ലോ, അതിന് സംശയം. അത് മാത്രം മുതിർന്ന എന്നത് മാത്രമല്ല, ഒരു വലിയ നേതാവിനെ അതിലൊരു സംശയം ചോദിക്കട്ടെ. PS ഹിന്ദി പഠിച്ചത് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് നോർത്തിൽ ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ പോകുമ്പോൾ ഹിന്ദി സംസാരിക്കണമെന്നുള്ള വളരെ ആഗ്രഹം ഉണ്ടെന്ന് അദ്ദേഹം. എത്ര കാലം അദ്ദേഹം പഠിച്ചു അങ്ങയുടെ കൂടെ? വർഷത്തോളം പഠിച്ചു. അപ്പോഴേക്കും സംസാരിക്കാനും എല്ലാം നല്ല മിടുക്കനായി. അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് തെറ്റുകൾ വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഉത്സാഹം, ആ എന്തൂസിയാസത്തിനെ നമ്മൾ നമിക്കണം. അതാണ് ആ പ്രായത്തിൽ. രാജ്യത്ത് ഹിന്ദിയൊക്കെ പ്രൊഫസർ എസ് സുരേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം VS ഹിന്ദി പഠിക്കണം, ഓർമ്മശക്തി നിലനിർത്തുന്നതിന്, അതുപോലെ തന്നെ ഹിന്ദി പഠിച്ച് ഹിന്ദിയിൽ സംസാരിക്കണം. 2 വർഷം ഹിന്ദി പഠിക്കുന്നു. ഇപ്പോ നമ്മുടെയൊക്കെ പ്രായത്തിന്റെ ഇരട്ടിയുള്ളപ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷം. പക്ഷെ അത് പരാജയപ്പെട്ടു. അത് അത്രയ്ക്ക് VS പുതുക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യൻ 80-ന് ശേഷം 82-ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാകുന്നത്.